യുഎഇയിൽ ജോലിസ്ഥലത്തെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് മേൽ 10,000 ദിർഹം പിഴ ചുമത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിലാളിക്ക് സാരമായി പരിക്കേൽക്കുന്നതോ 3 ദിവസം തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നതോ ആയ അപകടങ്ങൾ സംബന്ധിച്ച് 24 മണിക്കൂറിനകം മന്ത്രാലയത്തെ അറിയിച്ചിരിക്കണം. തൊഴിൽ സമയത്തിനിടയിലും ജോലിസ്ഥലത്തേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങൾ ജോലിസ്ഥലത്തെ അപകടങ്ങളിൽപ്പെടും. തൊഴിൽ സംബന്ധമായ അസുഖങ്ങളുണ്ടായാലും മന്ത്രാലയത്തെ വിവരം അറിയിക്കണം. സ്വകാര്യ കമ്പനികൾ ജോലി സുരക്ഷയും ആരോഗ്യ നിലവാരവും കാത്തുസൂക്ഷിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടങ്ങൾ അറിയിക്കാത്ത കമ്പനികൾക്ക് 10,000 ദിർഹം പിഴ ചുമത്തുന്നതിനൊപ്പം കരിമ്പട്ടികയിൽപ്പെടുത്താനും തൊഴിൽ മന്ത്രാലയത്തിന് അധികാരമുണ്ട്. അപകട റിപ്പോർട്ട് നൽകാൻ ഹോട്ട്ലൈൻ നമ്പറും ഇമെയിലും സജ്ജീകരിച്ചിട്ടുണ്ട്. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധർ. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. ശക്തമായ കാറ്റിനും ചില ഭാഗങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ കാറ്റ് മൂലം അന്തരീക്ഷത്തിൽ പൊടി നിറഞ്ഞ ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈറ്റിൽ 1,20,000 അനധികൃത താമസക്കാരെന്ന് അധികൃതർ. അതിൽ നിയമലംഘനം നടത്തിയ 22,000 വിദേശികളെ നാടുകടത്തിയതായും അധികൃതർ. ഒക്ടോബർ വരെ നടന്ന റെയ്ഡുകളിൽ കസ്റ്റഡികളിലായി ഡീപോർട്ടേഷൻ ജയിലിൽ കഴിഞ്ഞു വന്നത് 29,000 പേരാണ്. ഇവരിൽ 7,000 വിദേശികൾ ഇപ്പോഴും നാടുകടത്തൽ കാത്ത് ജയിലിൽ കഴിയുകയാണ്. വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ, സ്പോൺസർ മാറി ജോലി ചെയ്തവർ, സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർ, റെസിഡന്റ് പെർമിറ്റ് തീർന്നവർ തുടങ്ങിയവരെല്ലാം നാടുകടത്തപ്പെട്ടവരിൽ പെടുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾക്ക് നാളെ ദുബൈയിൽ തുടക്കമാകും. ക്രിക്കറ്റ് ലീഗ് ജേഴ്സികളുടെ വിതരണം ടൂർണമെന്റ് അംബാസഡറും വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറുമായ ക്രിസ് ഗെയിൽ നിർവഹിച്ചു. ദുബായ് സ്പോർട്സ് കൗൺസിലും ദുബായ് ക്രിക്കറ്റ് കൗൺസിലുമായി സഹകരിച്ച് സീഷൽ ഇവന്റ്സ് ആണ് ദുബായിൽ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ക്രിസ് ഗെയിലാണ് KCLന്റെ അംബാസഡർ. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ അൽഫത്തേം ഹോണ്ട ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ക്രിസ് ഗെയിൽ KCL ജേഴ്സികളുടെ വിതരണം നിർവഹിച്ചു. KCLന്റെ തീം മ്യൂസിക്കിനൊപ്പം ക്രിസ് ഗെയിൽ നൃത്ത ചുവടുവെച്ചത് ആവേശം പടർത്തി. 2020 മാതൃകയിൽ നടക്കുന്ന ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങളിൽ 16 ടീമുകളാണ് പങ്കെടുക്കുകയെന്ന് KCL ഡയറക്ടർ വിനോദ് ജി പിള്ള വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ട്രിനിഡാഡ് ക്രിക്കറ്റ് താരം ദിനനാഥ് രമണറൈൻ, ദുബായ് സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് ടൂറിസം മാനേജർ ഗാസി അൽമദനി, ക്രിക്കറ്റ് കൗൺസിൽ പ്രതിനിധി ശിവ പരക്നാനി, അൽഫത്തേം ഹോണ്ട MD കോളിൻ കോഡറി, മിഥുൻ രമേശ് എന്നിവർ പങ്കെടുത്തു. നാളെ മുതൽ നവംബർ 18 വരെ ദുബായ് എമിറേറ്റ്സ് 7 സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഓൺലൈൻ മുഖേന മൾട്ടിപ്പിൾ റീ എൻട്രി സേവനം നിലവിൽ വന്നതായി സൗദി ജവാസാത്ത്. ഓൺലൈൻ സേവനങ്ങളുടെ പൂർണ്ണ നടപടിക്രമങ്ങൾ പൂർത്തിയായവരിൽ നിന്നും സൗദി അധികൃതർ കടലാസ് രേഖകൾ ആവശ്യപ്പെടില്ലെന്നും ജവാസാത്ത് അറിയിച്ചു. ഓൺലൈൻ മുഖേന മൾട്ടിപ്പിൾ റീ എൻട്രി സേവനം നിലവിൽ വന്നതായി സൗദി ജവാസാത്ത് വ്യക്തമാക്കി. ജവാസാത്ത് അബ്ഷീർ സിസ്റ്റം മുഖേനയുള്ള മൾട്ടിപ്പിൾ റീ എൻട്രി സേവനമാണ് ഇന്നു മുതൽ നിലവിൽ വന്നതെന്ന് സൗദി ജവാസാത്ത് സാങ്കേതിക വിഭാഗം മേധാവി ഖാലിദ് അൽ സൈഖാൻ അറിയിച്ചു. സേവനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ജവാസാത്ത് ഓഫീസുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതോടൊപ്പം കടലാസ് രേഖകൾ ഒഴിവാക്കുക കൂടിയാണ് ജവാസാത്ത് ലക്ഷ്യമാക്കുന്നത്. റീ എൻട്രി പ്രിന്റ് ഔട്ട് ആവശ്യമുള്ളവർക്ക് ലഭ്യമാക്കും. ഓൺലൈൻ സേവനങ്ങളുടെ പൂർണ്ണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയവരിൽ നിന്നും സൗദി അധികൃതർ കടലാസ് രേഖകൾ ആവശ്യപ്പെടില്ല. എന്നാൽ കേരളത്തിലെ എയർപോർട്ട് എമിഗ്രേഷൻ കൗണ്ടറുകളിൽ കടലാസുകൾ ആവശ്യപ്പെടുന്നതിനാൽ യാത്രക്കാർ സൂക്ഷിക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, ദമാം. സൗദിയിൽ ഇന്റർനെറ്റ് വഴിയുള്ള ഫ്രീ കോളിംഗ് സേവനം നിർത്താൻ ടെലികോം കമ്പനികളുടെ നീക്കം. സിം വഴിയുള്ള കോളുകൾ മാത്രം നൽകി ലാഭം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് കമ്പനികളുടെ പുതിയ നീക്കം. പ്രവാസികളടക്കമുള്ള ധാരാളം പേർ ഇന്റർനെറ്റ് ആപ്ലിക്കേഷനുകളായ വാട്സാപ്പ്, മെസ്സഞ്ചർ, ടാങ്കോ ലൈൻ, ഇമോ എന്നിവ വഴിയാണ് സൗദിയിൽ നിന്നും പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ടെലികോം കമ്പനികൾ ഇന്റർനെറ്റ് വഴിയുള്ള ഫ്രീ കോളിംഗ് സേവനം നിർത്താൻ ലക്ഷ്യമിടുന്നത്. സൗദിയിൽ ഇപ്പോൾ 900 ദശലക്ഷം ആളുകൾ ഇന്റർനെറ്റ് ആപ്പുകൾ വഴിയാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഫോണിൽ സംസാരിക്കുന്നതെന്നാണ് കണക്കുകൾ. കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് കനാനായ പള്ളിയുടെ 10ാം വാർഷിക ആഘോഷ സമാപനം നാളെ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കനാനായ അതിഭദ്രാസന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ, മുൻ ഭാരവാഹികളെ ആദരിക്കൽ, സമർത്ഥരായ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ തുടങ്ങിയ പരിപാടികളും പള്ളി ഡയറക്ടറുടെയും സുവനീറിന്റെ പ്രകാശനവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മഴവില്ല് 2015 ചിത്രരചനാ മത്സരം നാളെ ഖൈത്താൻ കാർമൽ സ്കൂളിൽ വെച്ച് ഉച്ചയ്ക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
വ്യാജ വിസയിൽ സൗദിയിലെത്തിയ മലയാളി നവോദയ പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലെത്തി. ചെങ്ങന്നൂർ സ്വദേശിയായ നൌഫലാണ് തിരികെ നാട്ടിലെത്തിയത്. റിപ്പോർട്ടിലേക്ക്. വ്യാജ വിസയിൽ സൗദിയിലെത്തിയ ചെങ്ങന്നൂർ സ്വദേശി നൌഫൽ നവോദയ പ്രവർത്തകരുടെ സഹായത്താൽ നാടണഞ്ഞു. 3 വർഷം മുമ്പ് അൽഹസയിലെ ഒരു റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നിന്നും സുഹൃത്തുക്കൾ മുഖാന്തരം സമ്പാദിച്ച വിസയാണ് നൌഫലിന് വിനയായത്. സൗദിയിലെത്തിയ നൌഫൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് വിസ മാറുന്നതിനായി ലേബർ ഓഫീസിൽ പേപ്പർ നൽകിയെങ്കിലും വിസ മാറാൻ കഴിഞ്ഞില്ല. തുടർന്ന് വിസ നൽകിയ റിക്രൂട്ട്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും സ്പോൺസറുമായി ബന്ധപ്പെടാൻ പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. ഇതിനെ തുടർന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പോൺസറെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു വിസ താൻ അപേക്ഷ നൽകിയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിനിടെ ഇക്കാമ എക്സ്പയർ ആയതിനെ തുടർന്ന് പാസ്പോർട്ട് വിഭാഗത്തിന്റെ പരിശോധനയിൽ 16 ദിവസം ജയിലിലും കിടക്കേണ്ടി വന്നു. എങ്ങനെയെങ്കിലും നാട് പിടിക്കണമെന്ന ആഗ്രഹത്തെ തുടർന്ന് നവോദയ ദമാം ടൗൺ വെൽഫെയർ കൺവീനർ അയ്യൂബ് കൊടുങ്ങല്ലൂരിനെ കണ്ടുമുട്ടുകയും അയ്യൂബ് സ്പോൺസറുമായി സംസാരിച്ചതിനെ തുടർന്ന് സ്പോൺസർ പേപ്പറുകൾ ശരിയാക്കി എക്സിറ്റ് അടിച്ചു നൽകുകയുമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ നിയമസംബന്ധമായ കാര്യങ്ങൾക്ക് കോടതിയും പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 8 മാസത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് അനുവദിച്ച് ഈ സർക്കാർ അനുവദിച്ചിരിക്കുന്ന നിയമാനുസൃതമായ അദ്ദേഹത്തിന്റെ വിസ പുതുക്കുകയും അദ്ദേഹത്തിന് ഫൈനൽ എക്സിറ്റ് അടിക്കുകയും അതടിച്ച് കിട്ടുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്ന നവോദയ സംഘടനയ്ക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട IBക്കായിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അസീർ പ്രവാസി സംഘം ഖമീസ് ടൗൺ യൂണിറ്റ് സമ്മേളനം അസീർ പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി റഷീദ് ചന്ദ്രപ്പിന്നി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറിയായി അജ്മൽ കോഴിക്കോട്, പ്രസിഡന്റായി രാജ്മോഹൻ ആചാരി, ട്രഷററായി സുബൈർ പൊന്നാനി എന്നിവരെയും 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ദമാമിലെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മഞ്ജു മണിക്കുട്ടനെ നവയുഗം സാംസ്കാരിക വേദി ആദരിക്കുന്നു. നാളെ റാക്കയിൽ നടക്കുന്ന വാർഷിക ആഘോഷ പരിപാടിയിലാണ് ചടങ്ങ്. എറണാകുളം സ്വദേശിയായ മഞ്ജു മണിക്കുട്ടൻ കഴിഞ്ഞ 1 വർഷമായി വനിതാ തർഹീലിലെ അശരണരായ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മുൻനിർത്തിയാണ് ആദരിക്കുന്നത്. ദമാമിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്ന മഞ്ജു നവയുഗം സാംസ്കാരിക വേദി ഖോബാർ മേഖലാ കമ്മിറ്റി അംഗവും വനിതാ വിഭാഗം ഭാരവാഹിയുമാണ്. കണ്ണൂർ പ്രവാസി സൗഹൃദവേദി സ്നേഹസംഗമം അൽഖോബാർ ക്ലാസിക്കിൽ സംഘടിപ്പിച്ചു. ചെയർമാൻ രാജേഷ്, ജനറൽ കൺവീനർ പ്രദീപ് കുമാർ, പാട്രൺ രമേശ് പാലക്കൽ, ട്രഷറർ ദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അൽഖോബാർ യൂത്ത് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സ്പോർട്ടിവോ 2015 കായികമേളയുടെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. യൂത്ത് ഇന്ത്യ ഖോബാർ ചാപ്റ്റർ പ്രസിഡന്റ് അൻവർ സലീം, കോർണിഷ് സോക്കർ ക്ലബ് മാനേജർ സക്കീർ വള്ളക്കടവ്, മുഹമ്മദ് അലി, റാഷിദ് വയനാട് തുടങ്ങിയവർ പങ്കെടുത്തു. കെ ബാബുവിനെതിരെ ബാർ കോഴക്കേസിൽ വിജിലൻസ് ഒരന്വേഷണവും നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ത്വരിതാന്വേഷണത്തിന് പകരം വിജിലൻസ് നടത്തിയത് മാനുവലിലില്ലാത്ത പ്രാഥമിക അന്വേഷണമെന്നും വിവരാവകാശ രേഖ പറയുന്നു. ബാബുവിനെ രക്ഷിക്കാൻ സർക്കാർ തലത്തിൽ അരങ്ങേറിയ കള്ളക്കളി പുറത്തായി. രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കെ ബാബുവിനെതിരെ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് നടത്തിയത് പ്രാഥമിക അന്വേഷണമാണ്. വിജിലൻസ് മാനുവലിൽ ഇങ്ങനെ ഒരു അന്വേഷണ രീതി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് വിജിലൻസ് നൽകുന്ന മറുപടി. കൂടാതെ ബാബുവിനെതിരെ പ്രിലിമിനറി എൻക്വയറി 1/2015 EKM എന്ന നമ്പറിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ലെന്നും വിജിലൻസ് തന്നെ പറയുന്നു. 5 തരം അന്വേഷണ രീതിയാണ് വിജിലൻസിനുള്ളത്. മിന്നൽ പരിശോധന, രഹസ്യാന്വേഷണം, വിജിലൻസ് അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ, വിജിലൻസ് കേസ്. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു അന്വേഷണം മാത്രം നടത്താൻ അധികാരമുള്ള വിജിലൻസ് ബാബുവിൻ്റെ പേരിൽ നടത്തിയത് നിയമപ്രകാരമുള്ള അന്വേഷണമല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. മന്ത്രി KM മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ വിജിലൻസ് ചട്ടങ്ങളിൽ എവിടെയും പറയാത്ത അന്വേഷണം അവലംബിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് നിയമവിദഗ്ധരും പറയുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് പ്രിലിമിനറി എൻക്വയറി മാനുവലിലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. മന്ത്രി ബാബു അല്ലെങ്കിൽ മറ്റേത് മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളായിക്കോട്ടെ, ആരോപണം വരുന്നോ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ പ്രാഥമികമായ ലക്ഷ്യമാണ്. 1997 സിറാജുദ്ദീൻ കേസിനെ തുടർന്ന് സുപ്രീം കോടതി നിർത്തലാക്കിയതും വിജിലൻസ് ഉപേക്ഷിച്ചതുമായ അന്വേഷണ രീതി ഈ കേസിൽ പ്രയോഗിക്കുക വഴി വിജിലൻസ് രക്ഷിക്കാൻ ശ്രമിച്ചത് ബാബുവിനെ തന്നെയാണ്.
കോടതിയിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മന്ത്രി ബാബുവിനെ രക്ഷിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ബിജു രമേശിന്റെ രഹസ്യമൊഴിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്ന ബാബുവിന്റെ വാദം പൊളിയുന്നു. ബാബുവിന് പലതവണയായി പണം നൽകിയിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബിജു രമേശ്. രഹസ്യമൊഴിയുടെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. KM മാണിയുടെ രാജിക്ക് ശേഷം ബാർക്കോഴ ആരോപണത്തിന്റെ കുന്തമുന തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 164 സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞില്ലല്ലോ, ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അന്നും ഇതേ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റിൽ എന്നെ കുറിച്ച് പറയാൻ ചെന്ന ആ കാര്യം പറഞ്ഞ് 164 സ്റ്റേറ്റ്മെന്റിലും എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് കേസിനൊരു ബലം ഉണ്ടാക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ കൊണ്ടു തന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ബാബുവിന്റെ ഈ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് മാണിക്കെതിരെ ബിജു രമേശ് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ 164 പ്രകാരമുള്ള മൊഴി തെളിയിക്കുന്നു. 2015 മാർച്ച് 30 നൽകിയ മൊഴിയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ വർഷവും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ബാർ അസോസിയേഷൻ പിരിച്ച് മന്ത്രി കെ ബാബുവിനും അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലും അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് ബിജു രമേശ് വ്യക്തമായി തന്നെ പറയുന്നു. 2012-13 വർഷത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രീ ബജറ്റ് മീറ്റിംഗിൽ ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞു. ബാറുകളുടെ പ്രവർത്തന സമയം കുറച്ച സാഹചര്യത്തിൽ ലൈസൻസ് ഫീ ആനുപാതികമായി കുറയ്ക്കണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ആവശ്യപ്പെട്ടു. 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. യോഗം പിരിഞ്ഞ ശേഷം ലൈസൻസ് ഫീ 30 ലക്ഷം രൂപയാക്കണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. തുടർന്നുള്ള ചർച്ചയിൽ മന്ത്രി 10 കോടി രൂപ ആവശ്യപ്പെടുകയും ലൈസൻസ് ഫീ 25 ലക്ഷം രൂപയാക്കി തരാമെന്ന് പറയുകയും കൃഷ്ണദാസ് അത് 23 ലക്ഷം രൂപയാക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 23 ലക്ഷം രൂപയാക്കി നിജപ്പെടുത്തുകയും ചെയ്തതായും 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് പറയുന്നു. കൂടാതെ ബാർ ലൈസൻസുകൾക്ക് 25 ലക്ഷം രൂപ വീതവും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് 15 ലക്ഷം രൂപ വീതവും എലഗന്റ് ഹോട്ടൽ ഉടമ ബിനോയിയെ ഏജന്റാക്കി വെച്ച് മന്ത്രി കെ ബാബു വാങ്ങിച്ചതായും 164-ൽ ബിജു രമേശ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ മന്ത്രി കെ ബാബു കോഴ വാങ്ങിയതിന്റെ വിവരങ്ങൾ വ്യക്തമായി ബിജു രമേശ് 164-ൽ വിശദീകരിച്ചിട്ടുള്ളപ്പോഴാണ് പൊള്ളയായ വാദവുമായി മന്ത്രി കെ ബാബു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയതായി ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ്. ആദ്യ ഗഡുവായ 50 ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിച്ചുവെന്നും ബിജു രമേശ് വിജിലൻസിന് നൽകിയ മൊഴിയിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. മൊഴി പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. 2013 ഫെബ്രുവരിയിൽ ചേർന്ന എക്സൈസ് പ്രീ ബജറ്റ് ഡിസ്കഷനിലാണ് മന്ത്രി കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടത്. 22 ലക്ഷമായിരുന്ന ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കി ഉയർത്താൻ തീരുമാനിച്ചുവെന്നും അത് കുറയ്ക്കണമെങ്കിൽ 10 കോടി രൂപ നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഈ സമയം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ, ഭാരവാഹികളായ ധനേഷ്, കൃഷ്ണദാസ്, ബിനോയ് എലഗൻസ്, യമഹ സുരേന്ദ്രൻ എന്നിവരും തന്നോടൊപ്പമുണ്ടായിരുന്നു. മന്ത്രിയുടെ ആവശ്യത്തെ തുടർന്ന് അസോസിയേഷന്റെ യോഗം ചേർന്ന് 1.5 ലക്ഷം രൂപ വീതം ഓരോ ബാറുടമകളിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് അതത് ജില്ലാ സെക്രട്ടറിമാർ പിരിച്ചെടുത്ത പണം സെക്രട്ടറി ധനേഷിനെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്ത 50 ലക്ഷം രൂപ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിച്ചത് താനും തന്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണനും സുഹൃത്ത് റസീഫും ചേർന്നാണ്. ഈ സമയം മന്ത്രിയുടെ ഓഫീസിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയും ധനേഷും കൃഷ്ണദാസും ഉണ്ടായിരുന്നു. പണം മന്ത്രിയുടെ സെക്രട്ടറി സുരേഷ് പയ്യെയാണ് ഏൽപ്പിച്ചത്. ബാക്കി തുക രാജ്കുമാറും കൃഷ്ണദാസും കൂടിയാണ് മന്ത്രി പറഞ്ഞ പ്രകാരം പല സ്ഥലങ്ങളിൽ എത്തിച്ച് നൽകിയത്. ധനമന്ത്രി KM മാണിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രിക്കും കുരുക്ക് മുറുകുന്നു എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കെ ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജു രമേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. KG ദിനകർ, തിരുവനന്തപുരം. മന്ത്രിമാർക്ക് നൽകാൻ ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചിരുന്നുവെന്ന് ബാർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി CD ജോഷി വെളിപ്പെടുത്തി. 30 ലക്ഷം രൂപ പിരിച്ചുവെന്നും ഏതൊക്കെ മന്ത്രിമാർക്ക് പണം നൽകിയെന്നറിയില്ലെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യം സംസ്ഥാന ഭാരവാഹികൾക്ക് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് ഫസ്റ്റ് വീക്കിൽ എറണാകുളത്ത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങിൽ എത്രയും പെട്ടെന്ന് ഫണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ബാർ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കാർ ഉടനെ നമ്മളിവിടെ വന്ന് ജില്ലാ മീറ്റിംഗ് വിളിച്ച് ഉടനെ 105 ബാറുകാരുടെ കയ്യിൽ നിന്ന് രൂപ പിരിച്ച് 2-3 ലക്ഷം രൂപ പിരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപ എത്തിച്ചു. ഫസ്റ്റ് 10 ലക്ഷം രൂപ എത്തിച്ചു, രണ്ടാമത് 20 ലക്ഷം രൂപ എത്തിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപ ടോട്ടൽ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ജില്ലനെ ഒരാളും തൊടിപ്പിച്ചിട്ടില്ല.
ഏതെല്ലാം മന്ത്രിമാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രി കെ ബാബുവിനും കോൺഗ്രസിനുമെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും കെ മാണി. കഴിഞ്ഞ ദിവസം ബാബുവിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയെന്നോണമാണ് മാണി ഇന്നും ബാബുവിനെതിരായ ഒളിയമ്പുകളുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മന്ത്രി കെ ബാബുവിനെതിരെ കെ എം മാണി ഒളിയമ്പ് ചെയ്തത്. ബാർ കോഴക്കേസിൽ മന്ത്രി ബാബുവിനെതിരെയാണ് കൂടുതൽ തെളിവുകളുള്ളതെന്നും ബാബുവിന് പണം നേരിട്ട് നൽകിയെന്നാണ് ബിജു രമേശിന്റെ ആരോപണമെന്നുമായിരുന്നു മാണി പറഞ്ഞത്. തനിക്കെതിരായ ആരോപണത്തെ നിസ്സാരവൽക്കരിക്കാനും മാണി ശ്രമിച്ചു. തനിക്ക് നേരിട്ട് പണം നൽകിയെന്ന് ബിജു രമേശ് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മാണിയുടെ ന്യായം. ബാർ കോഴക്കേസിൽ തന്നെ കൊടുക്കാനുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളിൽ മാണിക്കുള്ള അതൃപ്തിയാണ് ബാബുവിനെതിരായ പരാമർശമെന്ന് സൂചനകളുണ്ടായിരുന്നു. അത് ശരിവെക്കും വിധമാണ് ഇന്ന് മാണിയുടെ മറുപടി വന്നിരിക്കുന്നത്. ബാബു തന്റെ നല്ല സുഹൃത്താണ്, ബാബുവിന് നന്മ മാത്രം വരട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നായിരുന്നു മാണിയുടെ ഇന്നത്തെ പ്രതികരണം. ഫലത്തിൽ താൻ പുറത്തായതോടെ ഇനി അടുത്ത ഊഴം ബാബുവിൻ്റേതാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മാണി. തന്റെ കഴുത്തിൽ വീണ അതേ കുരുക്ക് കോൺഗ്രസ് പാളയത്തിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നതിന്റെ സന്തോഷം കൂടി മാണിയുടെ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം. പ്രശ്നത്തിൽ മാണിയോട് കാണിച്ചത് ഇരട്ടത്തപ്പാണെന്ന കേരള കോൺഗ്രസ് എം നേതാവ് KJ ദേവസ്യയുടെ അഭിപ്രായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കാര്യം വ്യക്തം. ബാബുവിനെ കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പറയേണ്ടത് ധാർമ്മികത പറഞ്ഞ് ഉറഞ്ചിയുടെ രണ്ടാം തരം നേതാക്കന്മാരാണ്. സുധീരനും അത് രംഗത്ത് വരട്ടെ, സുധീരനും എല്ലാവരും രംഗത്ത് വരട്ടെ. കാരണം ഈ ധാർമ്മികതയ്ക്ക് രണ്ട് രീതിയുണ്ട്. എല്ലാ കാര്യത്തിനും ഇവിടെ രണ്ട് രീതിയാണ്, രണ്ട് നീതിയാണ്, രണ്ട് വീക്ഷണമാണ്. അത് ശരിയല്ലല്ലോ. ന്യൂസ് ഡെസ്ക്.